عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. صدق الله مولانا العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلم أمة سيدنا ومولانا محمد. اللهم صل وسلم وبارك عليه. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വാലിഹായ അമലാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തു തരട്ടെ. അല്ലാഹു മുത്തഖീങ്ങളിൽ വിജയികളിൽ നമ്മളെല്ലാവരെയും ചേർക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള സൂറത്ത് അൽ ഖാരിഅ എന്ന അധ്യായമാണ്. സൂറത്തുൽ ഖാരിഅ ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ഖിയാമ ദിവസം കഴിഞ്ഞ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൻ ചെയ്തു പോയ കാര്യങ്ങളെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി അല്ലാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന മീസാൻ എന്ന തുലാസിനെ സംബന്ധിച്ചും ആ തുലാസിൽ ആർക്കാണോ നന്മകൾ കൂടുതലുള്ളത് അവർക്ക് സ്വർഗവും, ആർക്കാണോ തിന്മകൾ കൂടുതലുള്ളത് അവർക്ക് ഭയാനകമായ നരകവും ലഭിക്കും എന്ന് ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തി തരുന്ന സൂറത്താണ് സൂറത്തുൽ ഖാരിഅ. ഒന്നിച്ചോതല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ أدراك ما القارعة يوم يكون
الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അല്ലാഹു നരകത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അവൻ്റെ സ്വർഗാവകാശികളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. അൽ ഖാരിഅ, ഖിയാമത്ത് നാളിന് പറയുന്ന ഒരു നാമമാണ്, ഒരു പേരാണ് അൽ ഖാരിഅ. ഖറഅ, ഖറഅ എന്നതാണ് അതിൻ്റെ അസ്ല്, അടിസ്ഥാന പദം. ഖറഅ എന്ന് പറഞ്ഞാൽ മുട്ടി എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മുട്ടുക എന്നാണ് ഖറഅ എന്ന് പറഞ്ഞാൽ അർത്ഥം. രണ്ട് ഉറപ്പുള്ള സാധനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ചേരുമ്പോഴാണ് എന്തുണ്ടാവുക? ഒരു മുട്ടലുണ്ടാവുക, അല്ലേ? ഉറപ്പില്ലാത്തൊരു സാധനവും ഉറപ്പുള്ള ഒരു സാധനവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലോ അതൊരു ശബ്ദം ഉണ്ടാവില്ല, ഒരു മുട്ടലെന്ന് പറയില്ല. ഒരു പേപ്പർ കഷ്ണവും ഒരു കല്ലും എടുത്തിട്ട് അങ്ങോട്ടൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ പ്രത്യേക ഒരു മുട്ടലെന്ന് പറയുമോ? അതിനൊരു ശബ്ദം ഉണ്ടാകുന്നൊരു ശൈലി ഉണ്ടാവില്ല. ശരിയായ ശബ്ദമുണ്ടാക്കി മുട്ടുന്നതിനാണ് എന്ത് പറയുന്നത്? ഖറഅ എന്ന് പറയുന്നത്. ഇവിടെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ നിരവധി നാമങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി അതിൻ്റെ പ്രകമ്പനം നടത്തപ്പെടുന്ന സന്ദർഭം എന്നാണ് അർത്ഥം. ആ പ്രകമ്പനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖിയാമത്ത് നാളാണ്. അൽ ഹാഖ, മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. അൽ ഹാഖത്തു, അതും ഇതേ ശൈലിയിലാണ് പറഞ്ഞത്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. അതേ ഒരു ശൈലി തന്നെയാണ് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് മറ്റൊരു സൂറത്ത് തുടക്കം കുറിച്ചത്. അൽ ഹാഖ മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. അൽ ഖാരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മുട്ടുക എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന്, അതിൻ്റെ ഭാഷാർത്ഥം. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ശക്തിയായി ശബ്ദഘോഷത്തോടുകൂടെ വലിയ മുട്ടലുകളോടുകൂടെ വരുന്ന ആ ഭയാനകമായ സംഭവം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ശരിയായി നമ്മൾ ചില വിഷയങ്ങളിൽ പറയുന്ന ഭാഷാ അർത്ഥമല്ല എന്ത് ഖുർആനിൽ നമ്മൾ അർത്ഥമായി വെക്കേണ്ടത്. ശരിക്കും ശ്രദ്ധിക്കണം. ഖുർആനിൽ അർത്ഥം പറയുമ്പോൾ അതിൻ്റെ ഭാഷാർത്ഥം, വാക്കർത്ഥം നമ്മൾ പറഞ്ഞാൽ അത് ഒരിക്കലും ചിലപ്പോൾ ഫിറ്റ് ആവൂല. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും നിങ്ങൾ പൂർത്തിയാക്കുക. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷാർത്ഥത്തിൽ അതിൻ്റെ വാക്കർത്ഥം നോക്കുമ്പോൾ കരുതുക എന്നാണ് അർത്ഥം. ഖസ്ദ്, ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ഹജ്ജിൻ്റെ സന്ദർഭമാണ് വരുന്നത്. അല്ലാഹു തആല നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ ഹാജിമാർക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അതിനവസരം ലഭിച്ചിട്ടില്ലാത്തവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് സൗകര്യത്തോടുകൂടെ ആ പുണ്യഭൂമിയിലെത്താനും ഹജ്ജ് നിർവഹിക്കാനും ഉംറ നിർവഹിക്കാനും തൗഫീഖ് നൽകട്ടെ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ആർക്കാണോ വഴിയാലും മുതലാലും തടിയാലും
ആവതുള്ളത്, കഴിവുള്ളത് അവർക്ക് പരിശുദ്ധമായ കഅബാലയത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ, ഹജ്ജ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഹിജ്ജുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? ഹിജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തവാഫും സഅയും അറഫയും മുസ്ദലിഫയും മിനയും എല്ലാം അടങ്ങുന്ന കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. എന്നാൽ ഇവിടെ ഈ വാക്കർത്ഥം നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഖസ്ദ്. ഏതുപോലെ സിറാത്ത് പാലം എന്ന് പറയും. സിറാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പാലം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അസ്സിറാത്ത് അതാണ് നാളെ ഓരോരുത്തരും കടന്നു ചെല്ലേണ്ട സിറാത്ത് പാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ചില വാക്കർത്ഥം നമ്മൾ ഖുർആനിൻ്റെ അർത്ഥമായിട്ട് വിശദീകരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. വ്യക്തമായി നമ്മൾ പഠിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ വളരെ വ്യക്തമായി അതിൻ്റെ ഭാഷാപരമായ കാര്യങ്ങളും ആയത്തുകളുടെ ആശയങ്ങൾ പറയുന്നിടത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? മുട്ടുന്നത് എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശം ഈ ശബ്ദഘോഷങ്ങൾ ഒന്നിച്ച് വന്നു ചേർന്ന് ഭയങ്കരമായ ഭീതിതമായ ഒരു സംഭവം ഉണ്ടാവുക എന്നതാണ് അൽ ഖാരിഅ. അൽ ഹാഖ എന്ന് പറഞ്ഞല്ലോ ഖിയാമത്ത് നാളിലെ മറ്റൊരു പേര്. ഹാഖ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സംഭവം, യാഥാർത്ഥ്യത്തോടുകൂടെ സംഭവിക്കുന്ന ആ സംഭവം എന്നാണ് അർത്ഥം. ഹഖ് എന്ന പദത്തിൽ നിന്നാണ് അതുണ്ടായത്. അൽ ഹാഖതു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. അനിവാര്യമായും യാഥാർത്ഥ്യമായും ഉണ്ടാകുന്ന, യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ആ സംഭവം അൽ ഹാഖ. അതുപോലെ മറ്റൊരിടത്ത് കാണാം അത്വാമ്മ ഫഇദാ ജാഅത്തിത്വാമ്മത്തുൽ കുബ്റാ. അത്വാമ്മ ഖിയാമത്ത് നാളിന്റെ മറ്റൊരു നാമമാണ്. ഫഇദാ ജാഅത്തിത്വാമ്മത്തുൽ കുബ്റാ, ഗുരുതരമായ ആ വിപത്ത് സംഭവിക്കുമ്പോൾ. അസ്സാഖ മറ്റൊരു പേരാണ്. ഫഇദാ ജാഅത്തിസ്സാഖ, ഘോരമായ ഗർജനം സംഭവിക്കുമ്പോൾ. സാഖ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഗർജനം ഖിയാമത്ത് നാളിൽ സംഭവിക്കുമ്പോൾ. അൽ ഗാശിയ. അൽ ഗാശിയ ഏത് സൂറത്തിലാ പറഞ്ഞത്? അൽ ഗാശിയ. അൽ ഗാശിയ ഖിയാമത്ത് നാളിന്റെ ഒരു പേരാണ്. ഹൽ അതാക ഹദീസുൽ ഗാശിയ, സർവ്വതിനെയും മൂടിക്കളയുന്ന, ആവരണം ചെയ്യുന്ന ആ സംഭവത്തെക്കുറിച്ച് നബിയെ അതിന്റെ വാർത്ത അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ? ഹൽ അതാക ഹദീസുൽ ഗാശിയ. മഹാന്മാരായ മുഫസ്സിറുകൾ ഖാരിഅത്തിനെ വിശദീകരിക്കുമ്പോൾ ഈ പേരുകളൊക്കെ പറയുന്നു. ഖുർആനിൽ നിരവധി പേരുകൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിന്റെ അർത്ഥത്തിലേക്ക് വരാം. അൽ ഖാരിഅ, ആ ഭീതിജനകമായ സംഭവം. എന്താ അൽ ഖാരിഅ? ആ ഭീതിജനകമായ സംഭവം. എല്ലാവിധത്തിലും പ്രശ്നങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിച്ച് ആകാശത്തും ഭൂമിയിലും എല്ലാ വലിയ മാറ്റങ്ങൾ സംഭവിച്ച് അങ്ങനെയാണല്ലോ ഖിയാമത്ത് നാളുണ്ടാവുക. അൽ ഖാരിഅ, ആ ഭീതിജനകമായ സംഭവം. മൽ ഖാരിഅ എന്ന രണ്ടാമതും പറയാൻ. മൽ ഖാരിഅ, എന്താണ് ആ ഭീതിജനകമായ സംഭവം? മൽ ഖാരിഅ, മൽ ഖാരിഅ, എന്താണ് ആ ഭീതിജനകമായ സംഭവം? മാ എന്നുപയോഗിക്കുന്നത് എന്താണ് എന്നുള്ള ആ ചോദ്യ രൂപമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പം മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ് എന്നുള്ളതിന് അറബിയിൽ എന്താ ഉപയോഗിക്കുക? മൻ ഉപയോഗിക്കുക. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്. നാളെ ഖബറിൽ ചോദ്യമുണ്ടാകുമെന്നല്ലേ. മൻ നബിയുക, നിന്റെ നബി ആരാണ്? എന്നാൽ വമാ ഖിബ്ലതുക, നിന്റെ ഖിബ്ല ഏതാണ് എന്നാ ചോദ്യം. തിരിയുന്നുണ്ടോ? നിന്റെ ഖിബ്ല ഏതാണ്, എന്താണ് എന്നുള്ളതിനാണ് ഉപയോഗിക്കുക. ഏത്? മാ എന്ന് ഉപയോഗിക്കുക. മസ്മുക, നിന്റെ പേരെന്താ? അല്ലേ?
മസ്മുക, നിന്റെ പേര് എന്താണ്, എന്താണ് ഏതാണ് എന്നുള്ളതിനാണ് അറബിയിൽ എന്തുപയോഗിക്കുക? മാ എന്നുപയോഗിക്കുക. മൽ ഖാരിഅ, അൽ ഖാരിഅതു, ആ ഭീതിജനകമായ സംഭവം. മൽ ഖാരിഅ, എന്താണ് ആ ഭീതിജനകമായ സംഭവം? വമാ അദ്റാക മൽ ഖാരിഅ, വമാ അദ്റാക മൽ ഖാരിഅ, അത് എന്താണെന്ന് നബിയെ താങ്കൾക്കറിയുമോ? ആ സംഭവം എന്താണെന്ന്, അൽ ഖാരിഅത്ത് എന്താണെന്ന് നബിയെ താങ്കൾക്കറിയുമോ? അത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. അള്ളാഹു തന്നെ ചോദ്യം ചോദിക്കുകയാണ്, എന്നിട്ട് റബ്ബ് തന്നെ ഉത്തരം പറയുകയാണ്. അല്ലേ? ഇന്നത്തെ ഒരു ടീച്ചിങ് മെത്തേഡ് അങ്ങനെയാണല്ലോ, ചോദ്യം ചോദിക്കുക. സദസ്സിനോട് ക്ലാസ്സിൽ ഒരു അധ്യാപനം ക്ലിയർ ആവണമെങ്കിൽ എന്താ വേണ്ടത്? കുട്ടികളോട് എന്ത് വേണം? ചോദ്യം ചോദിക്കണം. ഒരു വൺ വേ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്താ, അത് പ്രതിഫലനം സൃഷ്ടിക്കൂല. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് കൃത്യമായി വിഷയം പറയുന്നത് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ശൈലിയിലാണ് അവതരിച്ചിട്ടുള്ളത്. ഈ ശൈലി പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നബിയേ ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. മനസ്സിലായല്ലോ? ഒരു ചോദ്യത്തിന്റെ ശൈലി. അള്ളാഹു തന്നെ, റബ്ബ് തന്നെ ചോദിക്കുകയാണ്, എന്നിട്ട് റബ്ബ് തന്നെ ഇന്നതാണ് ആ കാര്യം എന്ന് വ്യക്തമായി പറയുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ഒരു ചോദ്യം കൊടുത്തിട്ട് പിന്നെ അതിന്റെ ഉത്തരം തന്നെ റബ്ബ് തന്നെ പറയുകയാണ്. അപ്പൊ അതൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ശൈലി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ആരോടാണ് അള്ളാഹു അഭിസംബോധന ചെയ്ത് പറയുന്നത്? ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അൽ ഖാരിഅതു മൽ ഖാരിഅ, ആ ഭീതിജനകമായ സംഭവം. മൽ ഖാരിഅ, ആ ഭീതിജനകമായ സംഭവം എന്താണ്? ആ സംഭവം എന്താണ്? വമാ അദ്റാക മൽ ഖാരിഅ, നബിയേ നിങ്ങൾക്കറിയുമോ ആ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഖുർആൻ അവതരിക്കുമ്പോ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണ്? ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ അഭിസംബോധന നബി തങ്ങളോടാണെങ്കിലും പിന്നെയുള്ള അഭിസംബോധനയിൽ നമ്മളെല്ലാവരും ഉൾപ്പെട്ടു. നമ്മൾ ഖുർആൻ ഓതുമ്പോ ഖിയാമത്ത് നാളിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മോടാണ് അല്ലാഹു പറയുന്നത്. വമാ അദ്റാക മൽ ഖാരിഅ, വമാ അദ്റാക മൽ ഖാരിഅ. ഒന്നുങ്ങൾ അർത്ഥം പറയും. അൽ ഖാരിഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖാരിഅ, അൽ ഖാരിഅ, ആ ഭീതിജനകമായ സംഭവം. മൽ ഖാരിഅ, ആ ഭീതിജനകമായ സംഭവം എന്താണ്? വമാ അദ്റാക മൽ ഖാരിഅ, നബിയേ ആ ഭീതിജനകമായ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഗൗരവത്തോടുകൂടെ പറഞ്ഞതിന് ശേഷം ആ ദിവസത്തിന്റെ ഭയാനകതയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂസ്. യൗമ യകൂനുന്നാസ്, ആ സംഭവം നടക്കുന്നത് ദിവസത്തെക്കുറിച്ച് പറയുകയാണ്. യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്, അന്നത്തെ ദിവസം ജനങ്ങളെല്ലാം ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെയാകുന്നതാണ്. ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെയാകുന്നതാണ്. ഏറ്റവും വലിയ വെപ്രാളത്തിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചിതറി ഓടിപ്പോകുന്നതാണ്. യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്. തൊട്ടടുത്ത് പറയുന്നത് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂസ്. വതകൂനുൽ ജിബാലു,
പർവ്വതങ്ങളായി തീരും ആ ദിവസത്തിൽ. കൽ ഇഹ്നിൽ മൻഫൂസ്, കടയപ്പെട്ട രോമം പോലെ ആയിത്തീരും. അഥവാ കടഞ്ഞ രോമം, അഥവാ പിന്നെ എന്താ പറയാ, പഞ്ഞി, അതൊന്നായിട്ട് കടഞ്ഞിങ്ങനെ ധൂളിയായിട്ട് അതിങ്ങനെ പറന്നു പോകും അല്ലേ? അതൊന്ന് കടഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകും, പരന്നു പോകും. അതുപോലെയാണ് ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽ ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങളൊക്കെ പൊടിഞ്ഞു പോയിട്ട് എന്താ പറന്ന് ധൂളിയായി പോകുന്നതാണ്. അത്ര വലിയ ഭയാനകത പ്രാപഞ്ചികമായുള്ള പ്രകൃതിയിലും നടക്കും, അതുപോലെ മനുഷ്യനിലും നടക്കുന്നതാണ്. മനുഷ്യനും ആ ബേജാറും ആ വെപ്രാളവും പിടികൂടുന്നതാണ്. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ അല്ലേ? നിരവധി സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഖിയാമത്ത് നാളിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്. ആ അന്ത്യം സംഭവിക്കുമ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പ്രകൃതിയിൽ കാണുന്നതാണ്. അതുപോലെ മനുഷ്യ സമൂഹമേ, നിങ്ങൾക്കിടയിലും ആ വെപ്രാളം നിങ്ങൾക്കിടയിലും കാണുന്നതാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. അല്ലാഹു പറയാണ്, മനുഷ്യൻ എങ്ങനെയാവുമെന്ന് പറഞ്ഞു. കൽ ഫറാസിൽ മബ്സൂസ്, കൽ ഫറാസിൽ മബ്സൂസ്, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആയിത്തീരും. ഖിയാമത്ത് നാളിൽ ഈ വലിയ ശബ്ദം വന്നു കഴിഞ്ഞാൽ, ഈ വലിയ പ്രകമ്പനം വന്നു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം തന്നെ കൽ ഫറാസിൽ മബ്സൂസ്, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആയിത്തീരുന്നതാണ്. സ്വന്തം കുടുംബത്തെയും സ്വന്തം മക്കളെയും എല്ലാവരെയും ഒഴിവാക്കിയിട്ട് ഓടിപ്പോകും ആ ഭയാനകതയിൽ എന്നാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. ഖിയാമത്ത് നാളിനെ കുറിച്ച് മറ്റൊരു സൂറത്തിൽ പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബോധ്യപ്പെടുത്തുന്നു, ആ ദിവസം ഏതൊരു മനുഷ്യനും അവന്റെ തൊട്ടടുത്തുള്ള സഹോദരനിൽ നിന്ന് ഓടിപ്പോകുന്നതാണ്. വഉമ്മിഹി വഅബീഹി, പിന്നെ അവന്റെ ഉമ്മാന്റെ അടുത്തു നിന്നും ബാപ്പാന്റെ അടുത്തു നിന്നും ഓടിപ്പോകും. വസാഹിബതിഹി, അവന്റെ ഭാര്യയെയും ഒഴിവാക്കിയിട്ട് പോകും. വബനീഹി, അവന്റെ മക്കളെയും ഒഴിവാക്കിയിട്ട് പോകും. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. അന്ന് ഓരോ മനുഷ്യർക്കും അവനവന് താങ്ങാവുന്ന ഓരോ ജോലി ഉണ്ടാകും. ഓരോരുത്തർക്കും അവനാന്റെ കാര്യം ഉണ്ടാവുള്ളൂ, അവനാന്റെ കാര്യം ഉണ്ടാവുള്ളൂ. അവിടെ ആദ്യം പറഞ്ഞ് തൻ്റെ സഹോദരനെ ഒഴിവാക്കും. കൂട്ടുകുടുംബങ്ങളിൽ അവന്റെ ഭാര്യയുണ്ടാകും, മാതാപിതാക്കളുണ്ടാകും, മക്കളുണ്ടാകും, സഹോദരനുണ്ടാകും. ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽ ഖുർആൻ പറയാൻ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, തന്റെ സഹോദരനിൽ നിന്ന് ഓടിപ്പോകും എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരനെ മീണ്ടാക്കൂല, ആദ്യം ഓനെ ഒഴിവാക്കും, പിന്നെ വാപ്പാനി ഇമ്മാനി. വഉമ്മിഹി വഅബീഹി, സ്വന്തം മാതാപിതാക്കളെ മാറ്റി നിർത്തും. പിന്നെയോ വസാഹിബതിഹി, പിന്നെ അവന്റെ ഭാര്യയെയും മാറ്റി നിർത്തും. വബനീഹി, അവസാനം പിന്നെ മക്കളുണ്ടാവുക, ആ മക്കളെയും ദൂരത്താക്കി പോകുന്നതാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. അന്നത്തെ ദിവസം ഓരോരുത്തർക്കും അവനവന്റെ ഗൗരവമുള്ള പണി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് എന്റെ കാര്യം എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓടി ഒളിക്കുമെന്നാണ്. ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽ മനുഷ്യർക്ക് സംഭവിക്കുന്ന ആ വെപ്രാളത്തെക്കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. എന്നാലോ ഇത് സംബന്ധമായി വിശദീകരണം പറയുന്നിടത്ത് മുഫസ്സിറുകൾ പറയുകയാണ്, ഈ തീഷ്ണമായ അനുഭവം ഉണ്ടാവുക അല്ലാഹുവിനെ ധിക്കരിച്ചവർക്കാണ്, അവിശ്വാസികളായവർക്കാണ്, റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്തവർക്കാണ്. എന്നാൽ റബ്ബിനെ അനുസരിച്ചവർ ആർ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون.
എന്നാൽ ഖിയാമ ദിവസത്തിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച യഥാർത്ഥ ആളുകൾ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഒരു വിഭാഗം ആളുകൾ അവർ പറഞ്ഞു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാൻ. സുമ്മസ്തഖാമു, റബ്ബിനോടുള്ള വിശ്വാസത്തിലായി അവർ നേരായ വഴിയിൽ നിലകൊള്ളുകയും ചെയ്തു എങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. ആ മലക്കുകൾ അവരോട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ ഇതാ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാന്മാരാവുക. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമിതാ, ആ സ്വർഗത്തിൽ നിങ്ങൾ കടന്നോളൂ എന്ന് സത്യവിശ്വാസികളോട് പറയപ്പെടുന്നതാണ്. അപ്പൊ ഈ വെപ്രാളവും ഈ ഭയാനകമായ അന്തരീക്ഷവും ഒക്കെ ആർക്കുണ്ടാവുക? അള്ളാഹുവിനെ ധിക്കരിച്ചവർക്കാണ്, റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കാത്തവർക്കാണ്. ഉജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ ളാഹികതുൻ മുസ്തബ്ശിറ വഉജൂഹുൻ യൗമഇദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഫതറ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. അന്നത്തെ ദിവസം ചില മുഖങ്ങൾ പ്രസന്നമായ മുഖങ്ങളായിരിക്കും, ചില മുഖങ്ങൾ നല്ല പ്രസന്നതയുള്ള മുഖങ്ങളായിരിക്കും, പുഞ്ചിരി തൂകുന്ന മുഖങ്ങളായിരിക്കും. ലാഹികത്തും മുസ്തബ്ശിറ. എന്നാൽ മറ്റു ചില മുഖങ്ങളോ അവരുടെ മുഖങ്ങളിൽ പൊടി പുരണ്ടിരിക്കും. അവർ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ, അവർ സത്യനിഷേധികളും അധർമ്മകാരികളുമാണെന്ന് ഖുർആൻ. അപ്പൊ ഖിയാമത്ത് നാളിന്റെ ഭയാനകത വിശദീകരിക്കുന്നിടത്ത് ആ ഭയാനകതയും ആ വെപ്രാളവും ആ ഭയവുമൊക്കെ ആർക്കാനുണ്ടാവുക? സത്യനിഷേധികൾക്കും അധർമ്മകാരികൾക്കും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കുമാണുണ്ടാവുക. എന്നാൽ പടച്ച റബ്ബിനെ പേടിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവരോ അവരുടെ മുഖമെന്ന് വളരെ തെളിഞ്ഞിരിക്കും. കാരണം എന്താ? അവർക്ക് സ്വർഗമാണ് മുന്നിലുള്ളത്. ആ സന്തോഷം അവർ അനുഭവിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ സ്വർഗാവകാശികളിൽ നമ്മളെ ചേർക്കുമാറാവട്ടെ. യൗമ യകൂനുൻ നാസ്, അതുകൊണ്ട് ആ ഖിയാമ ദിവസത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, യൗമ യകൂനുൻ നാസ്, അന്നത്തെ ദിവസം ജനങ്ങളായി തീരും കൽ ഫറാസിൽ മബ്സൂസ്, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആയിത്തീരുന്നതാണ്. തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂസ്, വതകൂനുൽ ജിബാലു, അന്ന് പർവ്വതങ്ങളായിത്തീരും. തകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ. പർവ്വതം എന്നെന്താ? ജബൽ, പർവ്വതം ജബൽ. ജബൽ ഉഹുദ്, ഉഹുദ് പർവ്വതം. ജബലുൻ നൂർ അല്ലേ, ജബലുർ റഹ്മ. ജബൽ എന്ന് പറഞ്ഞാൽ പർവ്വതം, ജിബാൽ പർവ്വതങ്ങൾ. വതകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആ ദിവസമായി തീരും കൽ ഇഹ്നിൽ മൻഫൂസ്, കടയപ്പെട്ട രോമങ്ങളെ പോലെ ആയിത്തീരുന്നതാണ്. അങ്ങനെ പറന്ന് പരന്ന് പോകുന്നതാണ്. പർവ്വതങ്ങളൊക്കെ പൊടി പൊടിഞ്ഞ് പോകുന്നതാണ്. നിരവധി ആയത്തുകളിൽ പ്രപഞ്ചത്തിന്റെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആ ദൃഷ്ടാന്തങ്ങൾ പറയുന്നിടത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം തന്നെ ഖിയാമത്ത് നാളിൽ തകർന്നടിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇദശംസു കുവ്വിറത്, ഇദശംസു കുവ്വിറത്, സൂര്യൻ ചുരുട്ടപ്പെടുന്ന സന്ദർഭം. വഇദൻ നുജൂമു കദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന സന്ദർഭം. വഇദൽ ജിബാലു സുയിറത്, മറ്റൊരായത്തിൽ കാണാം മലകൾ നീക്കം ചെയ്യപ്പെടുന്ന സന്ദർഭം. ഇദസ്സമാഉ ഫതറത് വഇദൽ കവാകിബു തസറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ഖുബൂറു ബുഅ്തിറത് അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്. ഇദസ്സമാഉ ഫതറത്, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ആകാശം പൊട്ടിപ്പിളരുന്ന സന്ദർഭം. ഖിയാമത്ത് നാളിന്റെ അവസരത്തിൽ അല്ലാഹു പറയുകയാണ്, ഇദസ്സമാഉ ഫതറത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ.
വഇദൽ കവാകിബു തഫറത് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, വഇദൽ ബിഹാറു ഫുജ്ജിറത് സമുദ്രങ്ങൾ പിളർത്തി ഒഴുക്കപ്പെടുമ്പോൾ, വഇദൽ ഖുബൂറു ബുഅ്സിറത് ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുമ്പോ, എല്ലാവരും ഖബറിൽ നിന്ന് എണീക്കുന്നല്ലേ, ഖബറിൽ നിന്ന് എണീക്കും. മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ എന്ന് പറയില്ലേ, ആരാണ് ഞങ്ങളെ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് എന്ന് ചോദിക്കുമെന്നാണ്. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ വഇദൽ ഖുബൂറു ബുഅ്സിറത് അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖറത് ഏതൊരു ആത്മാവും അവൻ എന്താണ് ജീവിതത്തിൽ ചെയ്തു വെച്ചതെന്നും ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ പിന്തിച്ചു വെച്ചതും എന്താണെന്നും അവൻ മനസ്സിലാക്കുന്ന സന്ദർഭം. അലിമത് നഫ്സും മാ ഖദ്ദമത് അവൻ എന്തൊക്കെയാണ് ചെയ്തത്, നേരത്തെ ചെയ്തത് എന്നത് ഓരോ നഫ്സിനും ഓരോ ആത്മാവിനും മനസ്സിലാക്കാൻ അള്ളാഹു അവസരം കൊടുക്കുന്ന സന്ദർഭം. വഅഖറത് ഓൻ ചെയ്യാതെ പിന്തിച്ചത്, ചെയ്യേണ്ട കാര്യം അതിൻ്റെ സമയത്ത് ചെയ്യാതെ എന്തൊക്കെയാണ് പിന്തിച്ചത് എന്നും അവന് ബോധ്യപ്പെടുന്ന സന്ദർഭം. ഖിയാമത്ത് നാളിന്റെ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ മാറ്റങ്ങളെ കുറിച്ച് അള്ളാഹു ഇവിടെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്രകാരം തന്നെയായി ഈ സൂറത്തിലും യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂസ് പർവ്വതങ്ങൾ കടയപ്പെട്ട രോമങ്ങളെപ്പോലെ ആയിത്തീരുന്ന ദിവസം. ആ ദിവസത്തിലാണ് ആ ഭയാനകമായ ഭീതിജനകമായ സംഭവം ഉണ്ടാവുക എന്നതാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത്. പ്രപഞ്ചം അവസാനിക്കും എന്നുള്ളതിന് ഇന്ന് ശാസ്ത്രം പോലും തർക്കിക്കുന്നില്ല. ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം സൂര്യചന്ദ്രഗോളങ്ങളും നക്ഷത്രങ്ങളും ഉൽക്കകളും കൊള്ളിമീനുകളും പ്രപഞ്ചത്തിലെ എല്ലാ സത്യങ്ങളും വിളിച്ചറിയിക്കുന്നത് അതിനൊരു മാറ്റം സംഭവിക്കും, ഈ പ്രപഞ്ചത്തിനൊരു തകർച്ച സംഭവിക്കും എന്ന് തന്നെയാണ്. മനുഷ്യകുലത്തിന് ഈ വഴിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിനോടനുബന്ധമായിട്ട് തന്നെ, ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോൾ തന്നെ പ്രപഞ്ചത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. മതസ്സാഅ എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യനബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൽ മസ്ഊലു അൻഹാ അഅലമ മിനസ് സാഇൽ. ആ വിഷയത്തിൽ ചോദ്യകർത്താവിനാണ് ചോദിക്കപ്പെട്ട എന്നേക്കാൾ അറിവുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്ന് വിശദീകരിച്ചു കൊടുത്തു. അൻതലിദൽ ലമതു റബ്ബതഹാ വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആ അശ്ശാഹ് യതതാവലൂന ഫിൽ ബുനിയാൻ. ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഇപ്രകാരം നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. മറ്റൊരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വിശ്വാസികളായ നമുക്ക് ചിന്ത നൽകുന്ന വലിയ ഗൗരവപ്പെട്ട ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് ഇദത്തുഖിദൽ ഫൈഉ ബിവലാ വൽ അമാനതു മഗ്നമാ വസ്സകാതു മഗ്റമാ വഅഖ ഉമ്മഹു വഅഖസാ അബാഹു വഅദ്നാ സദീഖഹു വതുഅല്ലിമ ലിഗൈരിദ്ദീൻ വകഥറത്തുൽ അസ്വാത്ത് ഫിൽ മസാജിദ് വസാദൽ ഖബീലത ഫാസിഖുഹും وظهرت القينات والمآزف وشربت الخمور ولعن آخر هذه الأمة أولها فارتقبوا عند ذلك ريحا حمراء وزلزلة وخسفا ومسخا وقذفا وآيات تتابع كنظام قطع سلكه فتتابع. نبينا رسول الله صلى الله عليه وسلم ഖിയാമത്ത് നാൾ യഥാർത്ഥമായ ആ ഭയാനകമായ ഭീതിജനകമായ ആ സംഭവം നടക്കുന്നതിന് മുമ്പേ അതിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ്.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണപ്പെടാൻ ഒരു സന്ദർഭം വരാനുണ്ട് എന്റെ സമൂഹത്തിൽ എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. പൊതുമുതൽ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കാലഘട്ടമെത്തിയാൽ, സൂക്ഷിപ്പ് സ്വത്ത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥ സംജാതമായാൽ, സകാത്ത് കടമായി അവശേഷിക്കുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ, സകാത്ത് അർഹതപ്പെട്ടവർ കൊടുക്കാതെ സന്ദർഭത്തിൽ അതിന്റെ സകാത്ത് അതിന്റെ അവകാശികൾക്ക് കൊടുക്കാതെയുള്ള ആ സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ, സ്വന്തം ഉമ്മാക്ക് എതിര് പ്രവർത്തിക്കുകയും ബാപ്പയെ അകറ്റുകയും പകരം കൂട്ടുകാർക്ക് സ്ഥാനം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും എത്ര വലിയ പ്രസക്തമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉമ്മാക്ക് എതിര് പ്രവർത്തിക്കുകയും ബാപ്പയെ അകറ്റുകയും പകരം കൂട്ടുകാർക്ക് സ്ഥാനം നൽകുകയും ചെയ്യുന്ന കാലഘട്ടം സംജാതമായാൽ, ദീനീ വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകപ്പെടാത്ത അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ, പള്ളികളിൽ ശബ്ദകോലാഹലങ്ങൾ വർദ്ധിച്ചു വന്നാൽ, പള്ളികളിൽ ശബ്ദകോലാഹലങ്ങൾ വർദ്ധിച്ചു വന്നാൽ, അല്ലാഹു കാക്കട്ടെ, ശബ്ദകോലാഹലങ്ങൾ മാത്രമല്ല, അടിപിടിയും മെഹ്റാബിലിട്ട് വരെ, അല്ലാഹു കാക്കട്ടെ. എത്രമാത്രം ലജ്ജാകരമാണ്. മുസ്ലിം ഉമ്മത്ത് ഇത്രയേറെ വെല്ലുവിളികൾ നേരിടുമ്പോ ഈ വിധത്തിലുള്ള ഫാസിസ ശൈലി ആര് സ്വീകരിച്ചാലും അല്ലാഹു തആല സൽബുദ്ധി അവർക്ക് കൊടുക്കുമാറാവട്ടെ. പള്ളികളിൽ ശബ്ദകോലാഹലങ്ങൾ വർദ്ധിച്ചു വന്നാൽ, ഫാസിഖീങ്ങൾ നേതാക്കളായി പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടമെത്തിയാൽ, നൃത്തം ചെയ്യുന്ന പെണ്ണുങ്ങളും മ്യൂസിക് ഉപകരണങ്ങളും വർദ്ധിച്ചു വന്നാൽ, നൃത്തം ചെയ്യുന്ന പെണ്ണുങ്ങളും മ്യൂസിക് ഉപകരണങ്ങളും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, മദ്യങ്ങൾ കുടിപ്പിക്കപ്പെടുന്ന കാലഘട്ടമെത്തിയാൽ, എന്റെ ഉമ്മത്തിലെ അവസാനത്തെ ആളുകൾ മുൻഗാമികളെ ശപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ, എന്റെ ഉമ്മത്തിലെ പിൻഗാമികൾ മുൻഗാമികളെ ആക്ഷേപിക്കുന്ന കാലം സംജാതമായാൽ, ഇത്തരം അവസ്ഥിതികൾ, ഇത്തരം മാറ്റങ്ങൾ എന്റെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ, ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ, ആ സമയത്ത് നിങ്ങൾ ചമന്ന തീക്കാറ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. വസൽസലതൻ, ഭൂമി കുലുക്കത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. വഖസ്ഫൻ വമസ്ഖൻ, ഭൂമി നിങ്ങളെ വിഴുങ്ങുന്നതിനെയും, വമസ്ഖൻ, നിങ്ങളുടെ കോലങ്ങൾ മാറ്റപ്പെടുന്നതിനെയും, വഖദ്ഫൻ, ഏറുകൾ വരുന്നതിനെയും, വഖദ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബ, അതുപോലെ തുടരെയുള്ള ദൃഷ്ടാന്തങ്ങളെയും നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. കനിവാമിൻ ഖുതിഅ സിൽകുഹു ഫതതാബ, മണികൾ കോർത്തിണക്കപ്പെട്ട മാല അത് പൊട്ടിക്കഴിഞ്ഞാൽ ചിന്നിച്ചിതറിപ്പോകുന്നത് പോലെ തുടരെയായിട്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി കാണാമെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ, പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ, ഇപ്പോ നമ്മൾ മഴ കുറവാണ് എന്ന് പറയുമ്പോൾ, അപ്പുറത്ത് ഗുജറാത്തിൽ വെള്ളപ്പൊക്കത്തിൽ വലിയ തീഷ്ണമായ പ്രതിസന്ധികളിലാണ് അവിടുത്തെ ജനങ്ങൾ. നമുക്കറിയാം, എത്രയോ വാർത്താമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വീഡിയോകളും മറ്റും നമ്മൾ കാണുന്നു. കടലിലും കരയിലും കാണുന്ന മാറ്റങ്ങൾ, കടലിൽ കാണുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ലോകത്ത് നടന്ന സുനാമി പോലുള്ള ദുരന്തങ്ങൾ,
എല്ലാം പ്രപഞ്ചത്തിൽ ഒരു നിമിഷം അങ്ങ് കാണുന്ന, ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ്. അള്ളാഹുവിന് ഇതൊക്കെ എളുപ്പമാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമായി ലോകത്ത് വരാനിരിക്കുന്ന ഈ ലോകത്തിന്റെ നാശത്തിനു മുമ്പായി നിങ്ങൾക്കിടയിൽ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കും. ഫർതഖിബൂ ഇൻദ ദാലിക റിഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബ കനിളാമിൻ ഖുതിഅ സിൽകുഹു ഫതതാബ. ഭൂമി കുലുക്കം ഇന്നുണ്ടാകുമ്പോഴും ഖിയാമത്ത് നാളിന്റെ ചെറിയ ഒരു ലക്ഷണമായിട്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നു. ഖുർആൻ പറഞ്ഞല്ലോ, ഖുർആൻ പറഞ്ഞു ഖിയാമത്ത് നാളിൽ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ പ്രകമ്പനം നടത്തുമ്പോൾ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ആ കിലുക്കപ്പെടുമ്പോ അല്ലെങ്കിൽ ആ പ്രകമ്പനം ഉണ്ടാകുമ്പോ, വഅഖ്റജത്തിൽ അർളു അഫ്ഖാലഹാ, ഭൂമി അതിന്റെ അകത്തുള്ള ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുന്ന സന്ദർഭം. വഖാലൽ ഇൻസാനു മാലഹാ, മനുഷ്യൻ ചോദിക്കുന്നു മാലഹ, എന്താണ് നിനക്ക് ഭൂമി, നിനക്ക് എന്താണ് പറ്റിയത്, എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്ന സന്ദർഭം. എത്രയോ കടലിൽ പ്രത്യക്ഷപ്പെടുന്ന വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്, അല്ലെങ്കിൽ സുനാമി പോലുള്ള ദുരന്തങ്ങളാണ് കടലിനെയൊക്കെ ആകെ മാറ്റിമറിക്കുന്നത്. ഇന്തോനേഷ്യയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സുനാമി തിരമാലകൾ വന്നപ്പോൾ ചില ഭാഗങ്ങൾ കരയായി രൂപാന്തരപ്പെടുകയും ചില ഭാഗങ്ങൾ വലിയ ഗർത്തങ്ങളായി രൂപപ്പെടുകയും ചെയ്തു. എത്രയോ മനുഷ്യർ അവർ ഉല്ലാസത്തിലായിക്കൊണ്ടിരുന്ന തീരദേശങ്ങളിൽ നിന്ന് മണ്ണോട് അലിഞ്ഞു ചേർന്ന് ഇല്ലാതായി. അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമല്ലേ? ശ്രീലങ്കയിൽ സുനാമി നടന്നിടത്ത് പത്രത്തിലൂടെ നമ്മൾ വായിച്ചതല്ലേ, സുനാമി നടന്നിടത്ത് മനുഷ്യന്മാർ പതിനായിരക്കണക്കിന് മനുഷ്യർ ജീവൻ നഷ്ടപ്പെട്ടപ്പോ തടിമാടന്മാരായ ആനകൾ വലിയ മലകളുടെ മുകളിലേക്ക് കയറിയിട്ട് രക്ഷപ്പെട്ടു എന്നുള്ളത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ, ഈ സുനാമിയുടെ ദുരന്തത്തെ മനുഷ്യന് നേരത്തെ കാണാൻ സാധിച്ചില്ലെങ്കിലും മിണ്ടാ പ്രാണികൾക്ക് അറിയാൻ സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെക്കാൾ ചില വിഷയങ്ങളിൽ മറ്റു മൃഗങ്ങൾക്കും മറ്റുമൊക്കെ പക്ഷി മൃഗാദികൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് വാസനിക്കാനുള്ള ശക്തിയേക്കാൾ 40 ഇരട്ടി ശക്തിയാണ് നായക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറ്റാന്വേഷണത്തിനൊക്കെ നായയെ കുറ്റാന്വേഷണ വിഭാഗക്കാർ ഉപയോഗിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ മനുഷ്യർക്ക് കേൾക്കാനുള്ള കഴിവിനേക്കാൾ ഇരട്ടി ശക്തി ചില ജന്തുജാലങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നല്ല മയ്യിത്താണെങ്കിൽ അവനെ കൊണ്ടുപോകുമ്പോ അവനിങ്ങനെ വിളിച്ചു പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോവണേ, എന്നെ വേഗം കൊണ്ടുപോവണേ. അവന്റെ ആഗ്രഹം അതാണ്, അവന്റെ ആശയം അതാണ്. കാരണം എന്താ? മലക്കുകൾ അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് സ്വർഗം, അവന് കടക്കാനുള്ള സ്വർഗം മരണസമയത്ത് തന്നെ അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ആയത്ത്, ആ ആയത്തിന്റെ വ്യാഖ്യാനമായി മഹാന്മാരായ മുഫസ്സിറുകളെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവർ, റബ്ബിന്റെ മാർഗത്തിലായി ഋജുവായ വഴിയിൽ നിലകൊണ്ടവർ ആരാൻ? അവരുടെ അടുത്തേക്ക് മരണസമയത്ത് മലക്കുകൾ വരുമെന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ആയത്തിന്റെ വ്യാഖ്യാനമായിട്ട് നമുക്ക് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ആ സമയത്ത് മരണസമയത്ത് പ്രത്യക്ഷപ്പെടുമെന്നാണ്. മലക്കുകൾ പ്രത്യക്ഷപ്പെടും, മരിക്കുന്ന സമയത്ത് തന്നെ അവനോട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷവാന്മാരാവുക. അല്ലാഹു തആല സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എത്രയോ ആളുകളുടെ മയ്യത്ത് കണ്ടു വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ചിരിച്ചു കിടക്കുന്നത് പോലെ മരിച്ചു എന്ന് പറയില്ല. അല്ലാഹു തആല ആ ഉന്നതരുടെ മരണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈമാനുള്ളവന്റെ മുന്നിൽ മലക്കുകൾ സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമെന്നാണ്.
അതുകൊണ്ടാണ് അവന്റെ മുഖത്ത് പ്രസന്നതയുള്ളത്, അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടരുന്നത്. അത് ഈമാനിന്റെ ഏറ്റവും വലിയ അലാമത്താണ്. അങ്ങനെ മുഅ്മിനായ മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ അവൻ ധൃതി കാണിക്കുമെന്നാണ്, പറഞ്ഞുകൊണ്ടേയിരിക്കും ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോവണേ. എന്നാൽ മോശപ്പെട്ട മയ്യിത്താണെങ്കിൽ അവൻ അട്ടഹസിക്കും, എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്, എവിടേക്കാ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് അട്ടഹസിക്കും. ആ അട്ടഹാസം നിങ്ങൾക്ക് മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കില്ലെങ്കിലും പക്ഷിമൃഗാദികൾക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ നമ്മളെ മനുഷ്യന്റെ കേൾവി ശക്തിയേക്കാൾ വലിയ കേൾവി ശക്തി അല്ലാഹു തആല ചില മൃഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ചില മൃഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഉറുമ്പിന് ശക്തി കൊടുത്തില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല? അല്ലാഹുവിന്റെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവനിലുള്ള ഈമാൻ നമുക്ക് വർദ്ധിക്കുക. യാ അയ്യത്തുഹൻ നംല ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു. ഉറുമ്പിന്റെ നേതാവ് ഉറുമ്പിൻ കൂട്ടത്തോട് പറഞ്ഞു, സുലൈമാൻ നബി അലൈഹിസ്സലാമും സംഘവും ഇങ്ങനെ വരുമ്പോ, ഉറുമ്പിന്റെ നേതാവ് പറഞ്ഞു ഉറുമ്പിൻ കൂട്ടത്തോട്, നിങ്ങൾ ഒളിക്കുക, ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു, സുലൈമാനും കൂട്ടരും നിങ്ങളെ ചവിട്ടി മതിക്കാതിരിക്കട്ടെ. ഈ പറയുന്ന വാക്ക് ആര് കേട്ടു? ആര് കേട്ടു? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹു ഉറുമ്പിന് ആ കഴിവ് കൊടുത്തു. ഉറുമ്പിന്റെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കും കൊടുത്ത്? ഹസ്രത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനും നൽകി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒട്ടകം വന്ന് പരാതി പറഞ്ഞില്ലേ? ദൂരെയുള്ള മരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചില്ലേ? എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബയോതുമ്പോൾ ചാരി നിന്നിരുന്ന ഈത്തപ്പനത്തണ്ട് അതിനെ മാറ്റി ഇട്ട് മറ്റൊരു പുതിയ മിമ്പറിൽ കയറി ഖുതുബോദാൻ തുടങ്ങിയപ്പോ കരഞ്ഞില്ലേ? ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. മദീന പള്ളിയിൽ നബിയുനാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയോതുമ്പോ ചാരി നിന്നിരുന്നു, ഒരു ഈത്തപ്പന തണ്ടുമ്മൽ ചാരി നിന്നിരുന്നു. പിന്നെയാണ് മിമ്പർ ഉണ്ടാക്കിയത്. അങ്ങനെ മിമ്പർ പുതിയത് പണിതപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബയോതുമ്പോ ചാരി നിൽക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഈത്തപ്പന തണ്ട് അവിടെ നിന്ന് മാറ്റിവെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറി ഖുതുബ ഓതി തുടങ്ങിയപ്പോൾ കരയാൻ തുടങ്ങി. ആ ഈത്തപ്പനത്തണ്ട് കരയാൻ തുടങ്ങി. അങ്ങനെ പുണ്യനബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിൽ നിന്ന് ഇറങ്ങി ഈത്തപ്പന തണ്ടിന്റെ അടുത്ത് വന്നപ്പോൾ മാത്രമാണ് ആ കരച്ചിൽ അവസാനിപ്പിച്ചത് എന്ന് സ്വഹീഹായ ഹദീസ് രേഖപ്പെടുത്തുന്നു. അറിയിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്ത്, ആ സമീപസ്ഥാനത്തുള്ള ആ സാമീപ്യം, അത് ഈ കേവലം മനസ്സിലാക്കണം, നമ്മൾ ജീവനില്ല എന്ന് സങ്കല്പിക്കുന്ന ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് സങ്കല്പിക്കുന്ന ഈത്തപ്പന തടിക്ക് പോലും ആ സാമീപ്യത്തിന്റെ ഗുണം മനസ്സിലായി എന്നല്ലേ? അല്ലാഹു തആല അതിന് ആ കഴിവ് കൊടുത്തു. പുണ്യനബിക്ക് അതിന്റെ സംസാരം മനസ്സിലാക്കാനുമുള്ള കഴിവ് കൊടുത്തു. ഇപ്പൊ റബ്ബാണ് എല്ലാ കഴിവും നൽകുന്നത്. നമ്മൾ പറഞ്ഞത്, ചീത്ത മയ്യിത്താണെങ്കിൽ അവനെ കൊണ്ടുപോകുമ്പോ അവൻ അട്ടഹസിക്കുമെന്നാണ്. എവിടേക്കാ എന്നെ കൊണ്ടുപോകുന്നത്? ആ അട്ടഹാസം മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കില്ലെങ്കിലും പക്ഷിമൃഗാദികൾക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സുനാമി ഉണ്ടായപ്പോൾ അതാ പറഞ്ഞു വന്നത്, ശ്രീലങ്കയിൽ സുനാമി തിരമാലകളുടെ, രാക്ഷസ തിരമാലകളുടെ അപകടം നേരത്തെ മനസ്സിലാക്കാൻ ആ തീരങ്ങളിലുള്ള ആനകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അള്ളാഹു അതിനുള്ള കഴിവ് അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൽ ഇത്തരം ദൃഷ്ടാന്തങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങളും ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോൾ സംജാതമാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൃഷ്ടാന്തങ്ങളെ കാണുമ്പോ സത്യവിശ്വാസിയുടെ മനസ്സ് ഈമാനികമായ ചിന്തയിൽ കൂടുതൽ ലയിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിയത്. പർവ്വതങ്ങൾ
ആ ഖിയാമത്തിന്റെ ഭയാനകമായ ആ ദിവസം കടയപ്പെട്ട രോമം പോലെ ആയിത്തീരുന്നതാണ്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ. ആ ഖിയാമ ദിവസം ആരുടെ ആ ഖിയാമ ദിവസം അഥവാ ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ എല്ലാം നശിച്ച് നാമാവശേഷമായി പിന്നീട് പുനർജനിക്കപ്പെടുമ്പോ എല്ലാവരെയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുമ്പോ വിചാരണക്ക് വിധേയമാകുമ്പോ അവന്റെ മുന്നിൽ അവന്റെ കണക്ക് പുസ്തകം നൽകപ്പെടും. അതോടൊപ്പം അവന്റെ നന്മ തിന്മകൾ തൂക്കി കണക്കാക്കി അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഏതൊരാളുടെയും ജീവിതത്തിൽ അവൻ ചെയ്ത കാര്യങ്ങൾ തുലാസിൽ തൂക്കിയിട്ട് അവന് കണക്കാക്കി മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ആരുടെ തുലാസാണോ നന്മ കൊണ്ട് കനം തൂങ്ങുന്നത് അവൻ ഏറ്റവും സന്തോഷം നിറഞ്ഞ ജീവിതത്തിലായിരിക്കുന്നതാണ്. റാളിയ എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള, തൃപ്തിയുള്ള. ഐഷ് എന്ന് പറഞ്ഞാൽ ജീവിതം, ഈശത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം എന്നർത്ഥം. അപ്പോൾ ആരുടെ തുലാസാണോ നന്മകളെ കൊണ്ട് കനം തൂങ്ങുന്നത്, നന്മകളെ കൊണ്ട് കൂടുതൽ കനം തൂങ്ങുന്നത്, അവൻ ഏറ്റവും ആഹ്ലാദ നിർഭരമായ ജീവിതത്തിലായിരിക്കും. ആരുടേതാണ് കനം കുറഞ്ഞു പോകുന്നത് അഥവാ നന്മകൾ ഇല്ലാതെ കുറഞ്ഞു പോകുന്നത് എങ്കിൽ അവന്റെ വാസസ്ഥാനം ഹാവിയത്താൻ, അവന്റെ വാസസ്ഥാനം ഹാവിയ എന്ന നരകമാണ്. വമാ അദ്റാക മാഹിയ, ഹാവിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നബിയെ നിങ്ങൾക്കറിയുമോ? വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ, അത് അതികഠിനമായ ചൂടുള്ള നരകമാണ്. കഠിനമായ ചൂടുള്ള നരകമാണ് ഹാവിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരുടെ തുലാസാണോ നന്മ കൊണ്ട് കൂടുതൽ കനം തൂങ്ങുന്നത് അവൻ ഏറ്റവും സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും, ആഹ്ലാദകരമായ ജീവിതത്തിലായിരിക്കും. അള്ളാഹു സ്വർഗം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ അല്ലേ. സ്വർഗത്തിൽ അവർ ഏറ്റവും ആനന്ദത്തിലായിരിക്കുമെന്നാണ്. അവർ അവരുടെ ഭാര്യമാരോടുകൂടെ ഏറ്റവും വലിയ ആനന്ദത്തിലായിരിക്കും. ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഹൂറുല്ലീങ്ങളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിലും ദുനിയാവിലെ ഭാര്യമാരാണ് ഏറ്റവും സൗന്ദര്യവതികളും ഏറ്റവും കൂടുതൽ അവർക്ക് ആനന്ദം നൽകുന്നവരുമായിട്ടുണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, സഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഹൂറുല്ലീങ്ങൾക്കാകുമോ കൂടുതൽ സ്ഥാനം, അല്ല ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ സ്ഥാനം ആർക്കാണ്? ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. കാരണം എന്താണ്? അവർ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്തവരാണ്, അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്തവരാണ്. അതുകൊണ്ട് നാളെ ഹൂറുല്ലീങ്ങളെക്കാൾ സ്ഥാനവും ബഹുമാനവും സൗന്ദര്യവും എല്ലാം ആർക്കാണ്ടാവുക? ദുനിയാവ് എന്നുള്ള പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. അലൽ അറാഇകി മുത്തക്കിഊൻ, അവർ അവരുടെ ഭാര്യമാരോടുകൂടെ ഏറ്റവും നല്ല ഉല്ലാസത്തിലായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും യുവത്വത്തിന്റെ പ്രസരിപ്പോടുകൂടെയായിരിക്കും എവിടെ ഉണ്ടാവുക? സ്വർഗത്തിൽ ഉണ്ടാവുക. ഏറ്റവും നല്ല സൗന്ദര്യത്തിലായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക. ആ സ്വർഗത്തെക്കുറിച്ച് അങ്ങ് മനസ്സിലാക്കിയാൽ, പഠിച്ചു കഴിഞ്ഞാൽ ദുനിയാവിന്റെ യാതൊരു പ്രതിസന്ധികളും നമുക്ക് പ്രതിസന്ധികളായി തോന്നുകയില്ല. സ്വർഗമാണ് വലുത്, അത് ശാശ്വതമാണ്, അവിടെ ശാശ്വതമാണ്, ഒരു മാറ്റവുമില്ലാതെ എന്നെന്നും അനുഭൂതിയാണ്, എന്നെന്നും ആഹ്ലാദമാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ടായി കഴിഞ്ഞാൽ ദുനിയാവിലുള്ള ആ ദുന്യവിയായ ഭൗതികമായ സൗകര്യക്കുറവൊന്നും നമുക്കതൊരു ബുദ്ധിമുട്ടായി അനുഭവപ്പെടില്ല. അല്ലാഹു തആല സ്വർഗം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ മണിയറയുടെ ആദ്യ രാത്രിയിൽ അല്ലേ, വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ രാത്രി മണിയറയിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വിളി കേട്ടിട്ട് യുദ്ധക്കളത്തിലേക്ക് പോവാൻ. എന്താണ് ആ ഈമാൻ?
എന്താണ് അതിനുള്ള കാരണം? ഇതങ്ങ് കടിഞ്ഞാൽ, ഇവിടെ രക്തസാക്ഷിത്വം വരിച്ചാൽ എനിക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്, ഏറ്റവും വലിയ ആനന്ദമാണ്, ഏറ്റവും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഏതൊരാളുടെ തുലാസിൽ നന്മകൾ കനം തൂങ്ങുന്നുവോ, അവൻ ഏറ്റവും സംതൃപ്തിയുള്ള ജീവിതത്തിലാണ്. കാരണം എന്താ? അവിടെ പ്രായം കുറയാന്നുമില്ല, വയസ്സാവുകയെന്നില്ല, എല്ലാവരും യുവത്വത്തിലാണ്, എല്ലാവരും നല്ല സൗന്ദര്യവതികളാണ്, എല്ലാവരും നല്ല സുന്ദരന്മാരാണ്, എല്ലാവരും വെളുത്തവരാണ്. എല്ലാവരും വെളുത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഭൂതിയുടെ ലോകമല്ലേ? അവിടെ ന്യൂനത ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇതങ്ങ് വിശ്വസിച്ചു കഴിഞ്ഞാൽ, ദൃഢമായി കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിന്റെ അസൗകര്യങ്ങൾ ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ഫഅമ്മാ മൻ ഫഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ. കനം തൂങ്ങാനുള്ള ഏറ്റവും വലിയതെന്താ? ഈമാനാണ്. കനം തൂങ്ങാനുള്ളത് ഈമാനാണ്. നമ്മൾ കുറേ നിസ്കരിച്ചു, കുറേ നോമ്പ് നോറ്റു, കുറേ സദഖ ചെയ്തു, പക്ഷെ അതൊന്നും വിശ്വാസത്തോട് പുലബന്ധമില്ലാതെയാണെങ്കിൽ കനം തൂങ്ങോ? ഇല്ല. വിശ്വാസമാണ് വലുത്, ഈമാനാണ് വലുത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ദൃഢത വേണം. ഞാൻ ഈ സദഖ ചെയ്താൽ ആത്മാർത്ഥതയോടുകൂടെയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഉറപ്പുണ്ടാവണം. ഞാൻ നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഞാൻ നോമ്പ് നോൽക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഞാൻ ഹജ്ജ് ചെയ്യുന്നത് ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ്. ഹജ്ജിന്റെ അവസരത്തിൽ ഒരു പൊരുത്തപ്പെടിക്കലുണ്ട്. ചിലർ മനസ്സിലാക്കിയിട്ടുള്ളത് ആകെ പൊരുത്തപ്പെടിക്കൽ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടി മാത്രമുള്ളതാണെന്ന്. അല്ലേ? ഹജ്ജിന് വേണ്ടി മാത്രമാണോ? ഹജ്ജല്ലാത്ത അവസരത്തിന് പൊരുത്തപ്പെടിക്കണ്ടേ? ഇനി അൽഹംദുലില്ലാ ഹജ്ജിന്റെ അവസരത്തിൽ അൽഹംദുലില്ലാ അങ്ങനെ പൊരുത്തപ്പെടിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് പോവേണ്ടത്. അത് കഴിഞ്ഞു വന്നിട്ടോ വീണ്ടും ജീവിതത്തിൽ നേരത്തെ ഉള്ളതിനേക്കാൾ മോശപ്പെട്ട ഒരു ശൈലിയാണെങ്കിൽ, കിബറും അഹങ്കാരവുമാണെങ്കിൽ എവിടെ നിന്ന് രക്ഷപ്പെടാൻ? ഈമാൻ കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ അല്ലേ? ആലോചിച്ച് നോക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ത്രാസിന്റെ ഒരു തട്ടിലും തുലാസിന്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ ബാക്കിയുള്ള എല്ലാവരുടെയും ഈമാൻ വെച്ചാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ തുലാസിന്റെ തട്ട് കൂടുതൽ കനം തൂങ്ങുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ പാഠമാണ്. ഈ ഹദീസ് വലിയ പാഠമാണ്. അല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതൽ കാലം ജീവിച്ചവരുണ്ടാവൂലേ? പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ, അതിനാണ് ബലം. ഒരു ശങ്കയുമില്ലാതെ പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ ഈമാനിന് വലിയ ശക്തിയാണ്. അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, ആദ്യം എന്നെ കൊണ്ട് വിശ്വസിച്ചത് അബൂബക്കറാണ്. വഅവ്വലു മൻ യദ്ഖുലു മഈ ഫിൽ ജന്നതി അബൂബക്കർ, ആദ്യം എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കുന്നവരും അബൂബക്കറാണ്. വഅഅതക ബിലാലൻ മിനന്നാർ, നരകത്തിൽ നിന്ന് ബിലാലിനെ മോചിപ്പിച്ചവരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവാൻ. അല്ലേ? അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്ഥാനവും മാനവും ബഹുമാനവും എത്രയാണ്? അതിന്റെ കാരണം എന്താ? ശക്തമായ ഈമാനാണ്. ഞാനിത് പറയാനുള്ള കാരണം, നാളെ നമ്മുടെ മീസാൻ എന്ന തുലാസിന്റെ തട്ട് കൂടുതൽ നന്മകളെ കൊണ്ട് കനം തൂങ്ങ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരുപാടങ്ങ് ചെയ്താൽ കിട്ടേണ്ടതല്ല. മനസ്സിലായല്ലോ? ആ ചെയ്യുന്ന കാര്യങ്ങൾ കൽബുറച്ച ഈമാൻ ഉറച്ച കൽബോടുകൂടെയാകുമ്പോഴാണ്. ചില ആളുകളൊക്കെ ഹജ്ജിന് പോയിട്ട്, പടച്ചോനെ ഹജ്ജിന് പോയിട്ട് അവിടുന്ന് ശണ്ട കൂടും. ഏറ്റവും പ്രധാനപ്പെട്ട അറഫയും മിനയും മുസ്ദലിഫയും, മിനായിലെ തമ്പിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം ഉണ്ടാക്കി ശണ്ട കൂടുന്നു.
താമസ സ്ഥലത്ത് നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്നു. അള്ളാഹു കാക്കട്ടെ. അല്ലേ? ചില ആളുകൾ സൗകര്യമുള്ള സ്ഥലമായിരിക്കും എന്ന് കണക്ക് കൂട്ടുകയാണ്. ഹജ്ജിന് ആദ്യം മിനായിലെത്തും. മിനായിൽ ടെൻറ്റുകളും സൗകര്യങ്ങളും ഉണ്ട്. മുമ്പൊന്നും അത്രയില്ല. അത് കഴിഞ്ഞ് അറഫയിലെത്തുമ്പോൾ എല്ലാവർക്കും കൂട്ടമായിട്ടുള്ള ഒരു ശൈലിയിലുള്ള വലിയൊരു പന്തല് പോലത്തതായിരിക്കും ടെൻ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ അന്നത്തെ രാത്രി മുസ്ദലിഫയിലെത്തും. മുസ്ദലിഫയിലോ ടെൻ്റൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വിശാലമായി മരുഭൂമി പോലത്തെ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ ഹജ്ജിന് വന്ന രാജാവും കിടക്കണം, ഹജ്ജിന് വന്ന മുതലാളിയും കിടക്കണം, ഹജ്ജിന് വന്ന പാവപ്പെട്ടവനും കിടക്കണം. എല്ലാവരും ഒരുപോലെയാണ്. അവിടെ കിടക്ക മാത്രമല്ല, അല്പം ഉറങ്ങലും സുന്നത്താണ്. അള്ളാഹു താല പഠിപ്പിക്കാൻ എന്ത്? അള്ളാഹുവിന്റെ അടിമകൾ അവർ അള്ളാഹുവിന്റെ വഴിയിലാകുമ്പോൾ അവരെല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. ഞാൻ പറഞ്ഞ ചില ആളുകളുണ്ട്, ഇവിടുന്ന് വലിയ പൈസ ഒക്കെ ചെലവാക്കിയിട്ട് പോയിട്ട് സൗകര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്നവർ. ഇനി ഹജ്ജിനൊക്കെ കൊണ്ടുപോകണ അധികൃതരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അവരടുത്തുനിന്ന് വല്ല വീഴ്ചയുണ്ടെങ്കിൽ അത് അവരും അള്ളാഹുമായാവട്ടെ. അല്ലേ? ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മുടെ ഹജ്ജ് ബാത്തിലാവാൻ പാടില്ല. പ്രത്യേകം പറഞ്ഞല്ലോ, ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ലാ റഫസ എന്ന് പറഞ്ഞാൽ ലൈംഗികമായ ബന്ധങ്ങൾ, അത് പാടില്ല, ഹജ്ജിന് പാടില്ല. വലാ ഫുസൂഖ, മറ്റു തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ പാടില്ല. തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എടുത്ത് പറയാണ് വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ എന്ത് പാടില്ല? തർക്കിക്കാനും പാടില്ല. ആലോചിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്താ ആദ്യം പറഞ്ഞത്? എന്താ? ലൈംഗികമായുള്ള ബന്ധവും മറ്റോ പാടില്ല, ഹജ്ജ് ബാത്തിലായി പോകും. വലാ ഫുസൂഖ, മറ്റ് ഫിസ്കുകൾ, മറ്റ് തെറ്റുകളും തമ്മാടിത്തങ്ങളും പാടില്ല. ആ കൂട്ടത്തിൽ പെട്ടതന്നല്ലേ തർക്കിക്കുക, പരസ്പരം സണ്ട കൂടുക എന്നുള്ളത്. പക്ഷെ അത് പ്രത്യേകം പുണ്യനബി പറയാണ് വലാ ജിദാല, എന്ത് പാടില്ല? തർക്കിക്കാനും പാടില്ല. ലാ ജിദാല ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. നാവ് സൂക്ഷിക്കണം എന്നർത്ഥം. ഞാൻ പറയുന്നത്, നാളെ മീസാൻ എന്ന തുലാസ് നന്മകളെ കൊണ്ട് കനം തൂങ്ങണമെങ്കിൽ സ്വീകാര്യമായ ഇബാദത്താവണം. ഈമാൻ ഉള്ളവന്റെ കൽബായിരിക്കണം ഉണ്ടാവേണ്ടത്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, അപ്പോൾ ഏതൊരാളുടെ തുലാസ് നന്മകളെ കൊണ്ട് കനം തൂങ്ങിയോ, ഫഹുവ ഫീ ഈശത്തിർ റാളിയ, അവൻ ഏറ്റവും ആഹ്ലാദകരമായ ജീവിതത്തിലായിരിക്കും ഉണ്ടാവുക. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, എന്നാൽ ഏതൊരാളുടേതാണ് കനം കുറഞ്ഞത്, തുലാസ് തൂക്കുമ്പോൾ നന്മകളുടെ കനം കുറവാണ്, തിന്മകളാണ് ഏറ്റവും കൂടുതലുള്ളതെങ്കിൽ ഫഉമ്മുഹു ഹാവിയ, അവന്റെ അഭയസ്ഥാനം ഹാവിയയാണ്. നരകത്തിന്റെ ഓരോ പേര് അല്ലേ? വൈലുൻ ലിൽ മുസല്ലീൻ, വൈൽ എന്ന നരകം. ഹുതമ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ, വമാ അദ്റാക മൽ ഹുതമ, നരകത്തിന്റെ മറ്റൊരു പേരാണ് നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. അപ്രകാരം തന്നെയാണ് ഫഉമ്മുഹു ഹാവിയ, ആരുടെ തുലാസിൽ അവന്റെ നന്മകളുടെ കനം വളരെ കുറവാണോ എങ്കിൽ ഫഉമ്മുഹു ഹാവിയ, അവന്റെ വാസസ്ഥാനം ഹാവിയയാകുന്നു. വമാ അദ്റാക മാ ഹിയ, ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നബിയെ നിങ്ങൾക്കറിയുമോ? വമാ അദ്റാക മാ ഹിയ, അതെന്താണെന്നറിയുമോ? മാഹിയ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയുമോ? അഥവാ അതെന്താണ് എന്ന് ചോദിച്ചതിന്റെ ഉദ്ദേശം, ഹാവിയത്ത് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ, അത് കഠിനമായ ചൂടുള്ള നരകമാണ്. ആയിരക്കണക്കിന് വർഷക്കാലം ചൂടാക്കിയിട്ട് വെന്ത് ചൂട് ശക്തമായ ചൂടുള്ള ആ നരകമാണ് ഹാവിയ. അവിടെയാണ് അവന്റെ വാസസ്ഥാനമെന്ന് പരിശുദ്ധ ഖുർആൻ. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു,
ആരുടെ തുലാസിലാണോ നന്മകൾ വളരെ കുറവുള്ളത് ഫഉമ്മുഹു ഹാവിയ, അവന്റെ അഭയസ്ഥാനം ഹാവിയയാകുന്നു, അവൻ ചെന്നെത്തുക ഹാവിയത്തിലേക്കാണ്. വമാ അദ്റാക മാ ഹിയ, ആ ഹാവിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നബിയെ നിങ്ങൾക്കറിയുമോ? നാറുൻ ഹാമിയ, നാറുൻ ഹാമിയ, അതികഠിനമായ ചൂടുള്ള നരകമാകുന്നു അത്. ഹുത്തമയെ കുറിച്ച് പറഞ്ഞതുപോലെ നാറുല്ലാഹിൽ മൂഖദ അല്ലത്തി തത്തലു അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്താൻ, പ്രത്യേകിച്ച് ഈ ചെറിയ സൂറത്തുകളിലൊക്കെ അമ്മ ജുസ്ഇലൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ടത് എന്താ? ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്, അന്ത്യനാളിനെ കുറിച്ചാണ്, അന്ത്യനാളിനെ കുറിച്ചാണ്. പരിശുദ്ധ ഖുർആൻ മൊത്തമായി പറയുന്ന വിഷയം ഒന്ന് തൗഹീദാണ്, മറ്റൊന്ന് റിസാലത്താണ്, മൂന്നാമത്തത് ഖിയാമത്താണ്. മനസ്സിലാക്കണം, മൂന്നാമത്തത് ഖിയാമത്താണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഈ അമ്മ ജുസ്ഇൽ പ്രധാനമായും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം വരുമ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ പറയാം. അല്ലാഹു തആല നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. അൽ ഖാരിഅ, ആ ഭീതിജനകമായ സംഭവം. അൽ ഖാരിഅ, അൽ ഖാരിഅ, ആ അല്ലിട്ട് പറഞ്ഞതുകൊണ്ടാണ് ആ ഭീതിജനകമായ സംഭവം എന്ന് പറഞ്ഞത്. മനസ്സിലാക്കണം. അൽ ഖാരിഅ, ആ ഭീതിപ്പെടുത്തുന്ന സംഭവം. മൽ ഖാരിഅ, എന്താണ് ആ സംഭവം? മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. നബിയേ, ആ ഖാരിഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? പടച്ച റബ്ബ് തന്നെ ചോദ്യരൂപം തന്നുകൊണ്ട് അതിന് ഉത്തരം പറയുകയാണ്. യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്. ആ ഭീതിജനകമായ സംഭവം എന്ന് പറഞ്ഞാൽ ആ സംഭവം നടക്കുന്നത് യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ മനുഷ്യൻ ആയിത്തീരുന്ന ദിവസത്തിലാണ്, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആയിത്തീരുന്ന സന്ദർഭത്തിലാണ്. നമ്മൾ പറഞ്ഞല്ലോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. സ്വന്തം സഹോദരങ്ങളെ വിട്ടുകൊണ്ട് ഓടുന്ന സന്ദർഭം, ബാപ്പയെ ഉമ്മയെ മാറ്റി നിർത്തി ഓടിപ്പോകുന്ന സന്ദർഭം. വ സാഹിബതിഹി, തന്റെ ഭാര്യയെയും ഒഴിവാക്കിയിട്ട്, വ ബനീഹി, അവസാനം തന്റെ മക്കളെയും ഒഴിവാക്കിയിട്ട് ഓടിപ്പോകുന്ന സന്ദർഭം പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂസ്. മനുഷ്യർക്ക് വരുന്ന ഭയാനകമായ ഭയവിഹ്വലമായ ഈ അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ തന്നെ പർവ്വതങ്ങൾ ചിന്നിച്ചിതറിപ്പോകുന്നതാണ്, പർവ്വതങ്ങൾ കടയപ്പെട്ട രോമങ്ങളെ പോലെ പാറിപ്പോകുന്നതാണ്. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂസ്. ആ ഭീതിജനകമായ ദിവസത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഫഅമ്മാ മൻ സഖലത് മവാസീനു, ആരുടെ തുലാസിലാണോ നന്മകൾ കൂടുതൽ കനം തൂങ്ങുന്നത്, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ ഏറ്റവും സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ തുലാസിലാണോ നന്മകൾ വളരെ കനം കുറഞ്ഞതായിട്ടുള്ളത്, ഫഉമ്മുഹു ഹാവിയ, അവന്റെ വാസസ്ഥാനം ഹാവിയത്തായിരിക്കും. വമാ അദ്റാക മാ ഹിയ, ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ നബിയേ നിങ്ങൾക്കറിയുമോ? നാറുൻ ഹാമിയ, ഏറ്റവും ചൂടുള്ള അഗ്നിയാണ്, ഏറ്റവും ചൂടുള്ള നരകമാണത്. അല്ലാഹു തആല നരകത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. നമ്മളെല്ലാവർക്കും അല്ലാഹു തആല സ്വർഗം പ്രദാനം ചെയ്യട്ടെ. മുത്തഖീങ്ങളിൽ വിജയികളിൽ അല്ലാഹുവേ ഞങ്ങളേവരെയും നീ ചേർക്കണേ തമ്പുരാന്. അല്ലാഹുവേ നിന്റെ പൊരുത്തം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രദാനം ചെയ്യണേ തമ്പുരാന്. അല്ലാഹുവേ നിന്നിൽ യഥാർത്ഥമായ ഈമാനുള്ള കൽബ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാന്. ഈമാനുള്ള കൽബ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഇബാദത്തുകൾ കബൂലാക്കണേ അല്ലാ. തെറ്റുകൾ വന്നുപോയവരാണ്, നീ പുറത്തു തരണേ തമ്പുരാന്. അല്ലാഹുവേ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണ് നീറി പുകയുന്ന അന്തരീക്ഷത്തിലാണ് റബ്ബേ
ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ, നീ പരാജയപ്പെടുത്തണേ അല്ലാ. മസ്ജിദുൽ അഖ്സക്ക് മോചനം നൽകണേ അല്ലാ, മസ്ജിദുൽ അഖ്സക്ക് മോചനം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ നാട്ടിലും ഞങ്ങളുടെ എല്ലാ പ്രദേശത്തും ഈ രാജ്യത്തും നീ സമാധാനം നൽകണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും നീ നീക്കി വിശാലത നൽകണേ തമ്പുരാന്. അല്ലാഹുവേ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ ഇരു ഹറമുകളിലും തടിച്ചുകൂടി നിൽക്കുന്ന സന്ദർഭമാണ്. അല്ലാഹുവേ, അവർ മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ ഹജ്ജിന്റെ വേളയിൽ അറഫ മൈതാനിയിൽ അല്ലാഹുവേ നിന്നോട് അകമടിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളിൽ അവർ ഉൾപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും നീ ചേർക്കണേ തമ്പുരാനെ, ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ പുണ്യഭൂമിയിലെത്താൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ സഹോദരങ്ങൾക്കും നാഥ എത്രയും അടുത്ത സമയത്ത് തന്നെ നീ അതിനുള്ള അവസരം നീ ഒരുക്കി കൊടുക്കണേ അല്ലാ, നീ അതിനുള്ള വിശാലത കൊടുക്കണേ അല്ലാ, വിശാലത കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, നീ പുറത്തു കൊടുക്കണേ തമ്പുരാന്. സമസ്തയുടെ ദീനിൻ്റെ ഒരുപാട് പ്രവർത്തകന്മാർ, ഗൾഫിലും നാട്ടിലുമൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ പലരും വിട പറഞ്ഞു പോയി തമ്പുരാനെ. നാഥ, നീ അവരുടെയൊക്കെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, മരണം വരെ ദീനിനു വേണ്ടി ഖിദ്മത്തിലായി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ഏകണേ തമ്പുരാന്. അല്ലാഹുവേ, മഹത്തായ ഈ സംരംഭത്തെ നീ വിജയിപ്പിക്കണേ തമ്പുരാന്. ഇവിടുത്തെ ദീനീ സ്ഥാപനത്തെ നീ കൂടുതൽ ഖൈറിലും റാഹത്തിലുമാക്കി തരണേ തമ്പുരാന്. ഞങ്ങൾക്ക് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന മഹാനായ ശൈഖുനാ ഉസ്താദ് അവർക്ക് അല്ലാഹുവേ നീ കൂടുതൽ കരുത്തും ശക്തിയും ആരോഗ്യവും നൽകണേ തമ്പുരാന്. ആഫിയത്ത് നൽകണേ തമ്പുരാന്, ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു.